Hello, welcome to Super Chef. I am in Trivandrum Kavadiyarlolla Rajdhani Hotel. The Rajdhani group of hotels main branch is Windsor Rajdhani is hotel. Here the corporate chef Sony is this episode Super Chef. Hello chef, welcome to Super Chef. Okay, so chef, we will preparation Chemmin puttu. Chemmin puttu? Yes. So chemmin and puttum mix preparation? One layer we put same preparation. First layer tenga idunu, second layer puttu podi idunu, moonamthe layer chemmin oru masala ittake mix naadan nammada naadan preparation chemmin idunu adinte modlu veendum tenga idunu veendum puttu podi idunu chemmin idunu ee masalakathu cook cheyda chemmin adu steam cheyde ee chemmin atha masala ellam koodi puttinathekku irangi oru nalloru kaananu oru bhangiyanu taste undam appo innathe preparation chemmin puttu namukku start cheyam Puttu is a Keralian preparation. I think puttu kittatilla alle. Nammada naadan preparation nu parnja stamp adichu parayan pattunna oru preparation puttana. Alle? Nammada ethnic Kerala food. പക്ഷേ ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഫുഡ് ഇഷ്ടമാണ്. പുറത്തൊക്കെ ഫോറിനേഴ്സ് ഒക്കെ ആണെങ്കിൽ പുട്ടിനൊക്കെ ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പുട്ട് ഇത് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ആദ്യം തേങ്ങ. ഓക്കേ. ഫസ്റ്റ് ലെയർ തേങ്ങയാണ്. ഒരു ലെയർ നമ്മൾ തേങ്ങ ഇടുകയാണ്. ശകലം അല്ലേ? അപ്പോൾ 2 സ്പൂൺ. 2 സ്പൂൺ. എന്നിട്ട് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന നനച്ചൊക്കെ വെച്ചിരിക്കുന്ന പുട്ടുപൊടി. അതിനകത്ത് കുറച്ച് ജീരകം, വെള്ളം, ഉപ്പ് എല്ലാം ചേർത്ത് നമ്മുടെ നാടൻ പുട്ടുപൊടി. അപ്പോൾ ലെയർ ചെയ്തെടുക്കുകയാണ്. ആദ്യത്തെ ലെയർ നമ്മൾ തിരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ടു. ഇനി സെക്കൻഡ് ലെയർ നാടൻ സ്റ്റൈലിൽ നമ്മൾ പുട്ടുപൊടി ചേർക്കുകയാണ്. അതിൻ്റെ അത് ശകലം എനിക്കൊന്ന് ജീരകം ഇട്ടിട്ടുണ്ട് അല്ലേ? ജീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഒരു ഫൈനൽ ലെയർ ആണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ലെയർ. ചെമ്മീൻ്റെ ഒരു മസാല, ചെമ്മീൻ്റെ ഒരു കൂട്ട് അല്ലേ? അപ്പോൾ അതിവിടെ ഷെഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ചെമ്മീൻ്റെ കൂട്ട്. ഇതിൻ്റെ മസാല എന്താണെന്ന് ഷെഫ് പറയാം. നമ്മൾ ഫസ്റ്റ് ഒരു 2-3 സ്പൂൺ ചേർക്കാണ് അല്ലേ ടോപ്പ് ലെയർ ആയിട്ട്? അതെ. ഓക്കെ. ഇതിനകത്ത് വീണ്ടും ഒരു ലെയർ. ഓക്കെ. ഗ്രേറ്റഡ് കോക്കനട്ട്സ് അഗൈൻ ഇടാണ്. ഇതാണോ ഫൈനലായിട്ട്? ഇനി കുറച്ച് പുട്ടുപൊടി. ഓക്കെ. അപ്പോൾ സെൻറ്ററിലായിട്ട് വരും അല്ലേ ഇത്? അതെ. എന്നിട്ട് അതിൻ്റെ മസാല ഷെഫ് പറഞ്ഞ പോലെ താഴെയൊക്കെ നല്ലോണം മസാല പിടിച്ചു കയറും അല്ലേ? ഇനി അതിനകത്തേക്ക് വീണ്ടും ചെമ്മീൻ്റെ മസാല ഇടണം. ഓക്കെ. അപ്പോൾ ആദ്യം തിരിഞ്ഞ തേങ്ങ, അതിൻ്റെ മുകളിൽ പുട്ടുപൊടി, പിന്നെ ചെമ്മീൻ മസാല, പിന്നെ നമ്മൾ തേങ്ങ ചേർത്തു, പുട്ടുപൊടി, ചെമ്മീൻ മസാല. ഓക്കെ. അപ്പോൾ ഒരു നല്ല ലെയർ ആയിട്ട് 2 ലെയർ ആയിട്ട് വരും. സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ മസാല എല്ലാം കൂടി പുട്ടിനകത്ത് ഇറങ്ങി ഒരു ഡിഫറെൻറ്റ് കളറും. ഇതായി വരെ എത്ര സമയം എടുക്കും? ഒരു 15 മിനിറ്റ്സ്. അപ്പോൾ അതിൻ്റെ സമയത്തിനുള്ളിൽ ഷെഫ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചെമ്മീൻ മസാലയുടെ മസാല ഒന്ന് പറഞ്ഞു തരണം. നമ്മൾ കോക്കനട്ട് ഓയിൽ ചൂടായി കഴിയുമ്പം ഓക്കെ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, ചോപ്ഡ് ജിഞ്ചർ, ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, ഗ്രീൻ ചില്ലി, ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് സവോള അരിഞ്ഞിട്ട് സോട്ട് ചെയ്യാം. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, ടർമറിക് പൗഡർ, മല്ലിപ്പൊടി സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കൊടംപുളിയുടെ വെള്ളം. കൊടംപുളി. അപ്പോൾ ഇതിന്റെയാണ് ആ നല്ല ഫ്ലേവർ ഒക്കെ കിട്ടണം അല്ലേ? കൊടംപുളി വെള്ളം ഒന്നൊഴിച്ച് ലേശം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ അതിനകത്ത് പ്രോൺസ് ഇട്ട് വേവിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പ്രോൺസ് വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മസാല അങ്ങനെ റെഡിയാവും. അതാണ് നമ്മൾ ലെയർ ചെയ്യുന്നത്. അങ്ങനെ 50 മിനിറ്റ്സ് പ്രിപ്പറേഷൻ സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കിടലൻ ഒരു പ്രിപ്പറേഷൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ചെമ്മീൻ പുട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേറ്റ് ഷെഫ് ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് അതിനെ സെർവ് ചെയ്യുക. എന്നിട്ട് ആ ഷെഫ് പറഞ്ഞു അതിന് പ്രസന്റേഷൻ ഒക്കെ നല്ല എങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ? നന്നായിട്ട് പ്രസന്റ് ചെയ്ത് നല്ല നാടൻ രീതിയിൽ തന്നെ പ്രോൺസ് ഒക്കെ ഫ്രൈ ചെയ്ത് സൈഡിൽ വെച്ച്, റെഡ് ചില്ലി ഒക്കെ സൈഡിൽ വെച്ച്, കറി ലീവ്സ് എല്ലാം വെച്ച് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് പ്രസന്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ഒരു പ്രിപ്പറേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ പുട്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.